പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. ജില്ലാ ഘടകങ്ങൾ പ്രാഥമിക ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപ് തന്നെ പ്രചാരണം തുടങ്ങുകയാണ് ലക്ഷ്യം. കോൺഗ്രസിനാണ് പാലക്കാട് പിടിക്കേണ്ടത് ഏറ്റവും അനിവാര്യം. ഷാഫി പറമ്പിൽ ശക്തമായ പോരാട്ടത്തിലൂടെ നിലനിർത്തിയ മണ്ഡലം കൈവിട്ടാൽ ചില്ലറയൊന്നുമായിരിക്കില്ല പഴി കേൾക്കേണ്ടി വരിക. വിവാദങ്ങൾ ഏറെ ഉണ്ടാകുമെങ്കിലും അന്തിമഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത. മറ്റു പേരുകൾ നിർദ്ദേശിക്കാൻ പല നേതാക്കളും മുതിരുമ്പോഴും വിജയ സാധ്യത തന്നെയാണ് പ്രശ്നം. രാഹുലെങ്കിൽ യുവ തുർക്കികൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും. LDFിൽ പരിചിത മുഖങ്ങളെ മാറ്റി പുതിയൊരാളെ പരിഗണിക്കാനാണ് ആലോചന. യുവ സ്ഥാനാർത്ഥി വരട്ടെ എന്നാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യം. പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ചിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്തതിന്റെ പേരുദോഷം മാറണമെങ്കിൽ LDFിന് പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കണം. BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട്. ഓരോ തവണയും വോട്ട് വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനോ C കൃഷ്ണകുമാറിനോ സന്ദീപ് വാര്യർക്കോ നറുക്കു വീഴാനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും. 24 പാലക്കാട്.